നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിശദമായി പരിശോധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിന്റെ ഫോൺ പിടിച്ചെടുത്തു. CPMന്റെ രഹസ്യ അക്കൗണ്ടിലെന്ന വാദം വർഗീസ് ആവർത്തിച്ചെന്നാണ് വിവരം. ED കൂടാതെ ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു. എറണാകുളത്തെ ED ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യലിന് വർഗീസ് ഹാജരായത്. കഴിഞ്ഞ ദിവസം കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ ED ചോദ്യം ചെയ്തിരുന്നു. തട്ടിപ്പ് കേസിൽ നേരത്തെ അറസ്റ്റിലായ CPM നേതാവ് PR അരവിന്ദാക്ഷന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബിജുവിനെ ചോദ്യം ചെയ്തത്. CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ CPM അക്കൗണ്ടിൽ നിന്ന് MM വർഗീസ് 1 കോടി രൂപ പിൻവലിച്ചെന്നാണ് കണ്ടെത്തൽ. ഇതടക്കം അക്കൗണ്ടിലെ 6 കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ലെന്നാണ് വകുപ്പ് പറയുന്നത്. MM വർഗീസും തൃശൂർ നഗരസഭാ കൗൺസിലർ PK ഷാജനും രാവിലെ 10 മണിയോടെയാണ് കൊച്ചിയിലെ ED ഓഫീസിലെത്തിയത്. 7 മണിയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഷാജനെ ED വിട്ടയച്ചു. എന്നാൽ MM വർഗീസിന്റെ ചോദ്യം ചെയ്യൽ നീണ്ടുപോയി. ഇതിനിടെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ED ഓഫീസിലേക്ക് എത്തിയത്. CPMന്റെ രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് MM വർഗീസിൽ നിന്ന് തേടിയത്. ഇതിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് തൃശൂരിൽ അപ്രതീക്ഷിത റെയ്ഡ് നടത്തിയത്. ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ സമാന്തരമായിട്ടായിരുന്നു റെയ്ഡ്. ഈ പരിശോധനയിലാണ് MM വർഗീസ് 1 കോടി രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയത്. അതേസമയം CPMന്റെ രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ MM വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് CPM നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ EDക്ക് ചോർത്തി നൽകി. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ അവതരിപ്പിച്ചിട്ടുള്ളൂ. 31 പേജുള്ള ഇതിന്റെ പൂർണ്ണ രൂപം EDക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയ വിവരം. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് PK ബിജുവിനെയും MM വർഗീസിനെയും PK ഷാജിനെയും ചോദ്യം ചെയ്തത്. അന്വേഷണ റിപ്പോർട്ട് ഇല്ലെന്ന് പറയാനാണ് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചതെന്ന് അറിയുന്നു. എന്നാൽ EDയുടെ കൈവശം ഇതുണ്ടെന്ന് വന്നതോടെ പ്രതിരോധം പറ്റാതെയായി. അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജിനെയുമാണ്. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്ന് ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായിരുന്നുവെന്നായിരുന്നു കണ്ടെത്തൽ. 2021 മെയ്യിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ രേഖ ചർച്ച ചെയ്തിരുന്നു. 10 അംഗങ്ങൾക്ക് പകർപ്പ് നൽകി, മറ്റാർക്കും കൊടുത്തിട്ടില്ല. പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി. മറ്റ് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. അതീവ രഹസ്യമായി സൂക്ഷിച്ച റിപ്പോർട്ട് മുഴുവനും എങ്ങനെ EDക്ക് ലഭിച്ചു എന്നതാണ് നേതൃത്വത്തെ വലയ്ക്കുന്ന ചോദ്യം. റിപ്പോർട്ടുണ്ടെന്ന കാര്യം തൽക്കാലം നിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ പാർട്ടി പത്രത്തിലും പത്രക്കുറിപ്പിലും കരുവന്നൂർ ബാങ്ക് അഴിമതിയുടെ പേരിൽ നടപടിയെടുത്തതായി പറയുന്നുണ്ട്. മാത്രമല്ല, റിപ്പോർട്ടുള്ളതായി PK ഷാജൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്.